വ്യത്യസ്തമായ ആശയങ്ങളെയും വിനോദങ്ങളെയും നെഞ്ചേറ്റി ജീവിതത്തിന്റെ വഴികൾ വർണ്ണ കാഴ്ചകളാക്കുന്ന വേറിട്ട മനുഷ്യരുടെ ജീവിതം നാം അനേകം കണ്ടിട്ടുണ്ട്. അത്തരം ജീവിതങ്ങളെ മാർത്തോമ വിഷനിലൂടെ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. അത്തരം ഒരു ജീവിതത്തിന്റെ ഉടമയാണ് ജോൺ മാത്യു എന്ന 69-കാരൻ. അദ്ദേഹത്തിന്റെ ഹോബി നമുക്ക് കൗതുകം പകരുന്നതാണ്. ശ്രീമാൻ ജോൺ മാത്യുവിന്റെ ജീവിതത്തിലെ വ്യത്യസ്ത കാഴ്ചകളിലേക്ക് നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുരാവസ്തുക്കളുടെ അപൂർവ ശേഖരമൊരുക്കി പുതുതലമുറയ്ക്ക് വിസ്മയമാവുകയാണ് ജോൺ മാത്യു എന്ന 69-കാരൻ. ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ഇത്രയും സാധനങ്ങളൊക്കെ ശേഖരിക്കാനും അത് സൂക്ഷിക്കാനും ഇങ്ങനെ ഒരു അവസരം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ജോൺ മാത്യൂസ്, വീട്ടിൽ വിളിക്കുന്ന പേര് സജി എന്നാണ്. ഞാൻ ആനിക്കാട് സെൻറ്റ് തോമസ് ഇടവക്കാരനാണ്. നൂറമാവിലാണ് താമസിക്കുന്നത്. എൻ്റെ ഇതിന് തുടക്കം ചെറുപ്പം മുതലേ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ ഒന്നും നശിപ്പിച്ച് കളയത്തില്ല, വളരെ കാര്യമായി സൂക്ഷിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനൊരു ഇത് തുടങ്ങാനുള്ള ഒരു പ്രചോദനം കിട്ടിയത് എൻ്റെ പിതാവിൽ നിന്നുമാണ്. പിതാവ് ചെറുപ്പം മുതലേ ഒരു സാധനവും നഷ്ടപ്പെടുത്തില്ല. പിന്നെ പിതാവ് ഒരു ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു. അത് ഞാൻ പിന്നീട് കാണിക്കാം, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് അങ്ങനെയാണ് എനിക്കിതിലൊരു പ്രചോദനം കിട്ടിയത്. ആനിക്കാട് സെന്റ് തോമസ് മാർത്തോമ ഇടവകയിൽ നൂറോൻ മാവ് നൂറോൻ മാക്കൾ തടത്തിൽ ജോൺ മാത്യുവിൻ്റെ അപൂർവ ശേഖരത്തിൽ മണ്ണെണ്ണ കൊണ്ട് പ്രവർത്തിക്കുന്ന ഇസ്തിരിപ്പെട്ടി മുതൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോലകൾ വരെയുണ്ട്. വലിപ്പം കുറഞ്ഞ ബൈബിളും രാമായണവും ജോണിന്റെ ശേഖരങ്ങളെ വ്യത്യസ്തമാക്കുന്നു. ഇത് ഏറ്റവും ചെറിയൊരു ബൈബിളാണിത്. പക്ഷേ നമുക്ക് വായിക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇതൊരു ലെൻസാണ്. ഈ ലെൻസ് വെച്ചാണ് ഇത് വായിക്കുന്നത്. ഈ ലെൻസ് ഉപയോഗിച്ചാണ് ഇത് വായിക്കുന്നത്. ജോണിന് 4 വയസ്സുള്ളപ്പോൾ പള്ളിപ്പെരുന്നാളിന് പോയി മടങ്ങി വന്ന പിതാവ് എൻ.ഐ. മാത്യു വാങ്ങിക്കൊണ്ടുവന്ന കളിപ്പാട്ടവും ജോൺ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. ഞാൻ ഈ സാധനങ്ങളൊക്കെ ചെറുപ്പം മുതലേ ശേഖരിച്ചതാണ്. പിന്നെ പലയിടത്തു നിന്നും പല വീടുകളിൽ നിന്നും പലരും എനിക്ക് വിളിച്ചു തന്നിട്ടുണ്ട്. ഇത് നേരത്തെ ചാനലിൽ ഒരു പ്രാവശ്യം വന്നിരുന്നു. അതിനുശേഷമൊക്കെ പലരും അത് കണ്ടിട്ട് എന്നെ വിളിച്ച് പല സാധനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ സുഹൃത്തുക്കൾ മുഖാന്തരം തന്നിട്ടുണ്ട്. ഞാനിത് എവിടെയെങ്കിലും ഇങ്ങനെ എനിക്ക് താല്പര്യമുള്ള സാധനങ്ങൾ കിട്ടിയാൽ ഞാൻ അന്വേഷിച്ച് അവിടെ ചെന്നത് ശേഖരിക്കാറുണ്ട്. അത് ചിലത് പൈസ കൊടുത്ത് വാങ്ങിക്കാറുണ്ട്, ഫ്രീ ആയിട്ട് തരുന്നവരുമുണ്ട്. ഞാനിത് സൂക്ഷിക്കാൻ അല്പം പാടാണ്. പക്ഷേ ഞാനിത് പിന്നെ പഴയ സാധനങ്ങൾ ഇലക്ട്രോണിക് ആണെങ്കിലും അതൊക്കെ ഞാൻ വർക്ക് ചെയ്യിച്ചും അല്ലാതെയും തുടച്ചും തൂത്തും ഒക്കെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇത് പഴയ ഒരു വാൽവ് റേഡിയോ ആണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിനകത്തെല്ലാം ഇന്നത്തെ ടൈപ്പ് സാധനങ്ങൾ ഇതിനകത്തെ പാർട്സ് എല്ലാം വാൽവാണ്. അതിങ്ങനെ ബൾബ് കത്തുന്നോ അല്ലാതെ ഓരോന്നും ചൂടായി കത്തിക്കഴിയുമ്പോഴാണ് അതിൻ്റെ ശബ്ദമൊക്കെ പുറത്തു വരുന്നത്. ഇത് ഫിലിപ്സിൻ്റെ ആണ്. ഇത് ഏതാണ്ട് ഒരു 55 വർഷം 60 വർഷത്തോളം പഴക്കമുള്ള ഒരു റേഡിയോ ആയത്. പഴയ പത്രങ്ങൾ തിരയുന്നവർ നേരെ വിളിക്കുന്നത് ജോണിന്റെ വീട്ടിലേക്കാണ്. 34 വർഷം മുൻപ് വരെയുള്ള മലയാള മനോരമ പത്രങ്ങൾ കൃത്യമായ തീയതികളിൽ ജോണിന്റെ വീട്ടിൽ അടുക്കി വെച്ചിട്ടുണ്ട്. മലയാള മനോരമയുടെ ന്യൂസ് പേപ്പറാണ് ഇത്. ഞാനിങ്ങനെ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെ ഇത് അടുക്കുമെന്നുള്ളത്. കാര്യം എല്ലാവരും വായിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് അടുക്കുന്നത്. അയൺ ചെയ്യാറുണ്ടോയെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പലരും ശ്രമിച്ച് നോക്കിയിട്ടുണ്ട് ഇതുപോലെ അടുക്കാനായിട്ട്. പക്ഷേ ഞാനിത് വളരെ ഡേറ്റ് ഓർഡറിൽ ഏതാണ്ട് 34 വർഷത്തെ പേപ്പർ എൻ്റെ കൈവശമുണ്ട്. ഇതുപോലെ അടുക്കി വെച്ചിരിക്കുന്നു. അതിപ്പോൾ ഒരു 10 വർഷത്തെയോ 15 വർഷത്തെയോ 1 വർഷത്തെയൊക്കെ പേപ്പർ ഏതെങ്കിലും ഒരു ദിവസത്തെ തന്നെ ഡേറ്റ് പറഞ്ഞാൽ ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ ആ പത്രം എടുക്കാം. അങ്ങനെ പലരും എൻ്റെ അടുത്ത് ന്യൂസ് ചോദിച്ച് വരാറുണ്ട്, പഴയ ന്യൂസ് ചോദിച്ച് വരാറുണ്ട്. ഞാൻ കൊടുക്കാറുമുണ്ട്.
പെരുമ്പാവൂർ മാർത്തോമ വനിതാ കോളേജിൽ നിന്ന് വിരമിച്ച ഓഫീസ് സൂപ്രണ്ട് സോഫിയും ഏകമകൾ മല്ലപ്പള്ളി IHRD സ്കൂൾ ഗസ്റ്റ് അധ്യാപിക കൃപ സൂസനും ജോണിൻ്റെ ഇഷ്ടവിനോദത്തിന് കൂട്ടായുണ്ട്. ഇതെൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഭാര്യ സോഫി ഈശോ, എൻ്റെ ഏകമകളാണ് കൃപ സൂസൻ. ഇതാണ് എൻ്റെ ഫാമിലി. പിന്നെ ഇവർ നല്ല സപ്പോർട്ട് എനിക്ക് ഈ സാധനങ്ങളൊക്കെ ശേഖരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിലും ഒക്കെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയത്. ഒന്നും അവരെതിര് പറയാമല്ലോ. പ്രത്യേകിച്ച് മോൾ അതിൽ വളരെ താല്പര്യമാണ്. മോള് ഈ സാധനങ്ങളുടെയൊക്കെ എന്താണെന്ന് അറിയത്തില്ല. മോള് അത് പിന്നെ എല്ലാം അതിൻ്റെ പേരുകളെല്ലാം എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് ലാപ്ടോപ്പിനകത്ത്. കാര്യം അത് മനസ്സിലായി. പിന്നീടാണേലും ഇതറിയാൻ വേണ്ടി അതിൻ്റെ പേരുകളൊക്കെ എന്നോട് ചോദിച്ചു, അതിൻ്റെ ഉപയോഗം എന്താണ്, ഇതൊക്കെ മോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോൾക്കും അത് വളരെ താല്പര്യമാണ്. അച്ഛൻ്റെ ഈ ഒരു ഇതിന് എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം കുഞ്ഞിലെ മുതലേ ഞാനിത് കാണുന്നതാണ്. പിന്നെ ആ ഒരു ബ്ലഡ് ആയതുകൊണ്ട് തന്നെ അതിനോടൊരു താല്പര്യമുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഞാനങ്ങനെ കളക്ട് ചെയ്യാറൊന്നും ഇല്ലെങ്കിലും അച്ഛൻ കളക്ട് ചെയ്തതിനെല്ലാം ഞാൻ പ്രിസർവ് ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്. പിന്നെ ഞാൻ ഇനിയാണെങ്കിലും വരുന്ന തലമുറയ്ക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും വലുതായിട്ട് അറിയില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഓരോ സാധനങ്ങളുടെ പേരും പിന്നെ അതിൻ്റെ യൂസ് എന്താണ്, എവിടെ നിന്ന് വന്നു, അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണെന്നൊക്കെ ഉള്ളതൊരു ഡോക്യുമെൻ്ററി പോലെ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് അച്ഛനോട് ചോദിച്ച് അതിനെ പറ്റിയിട്ട് ഒരു ഡോക്യുമെൻ്ററി പോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനോട് വളരെ താല്പര്യമുണ്ട്. അച്ഛനത് ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മാർത്തോമ സഭയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂളിൽ അധ്യാപകനായിരുന്ന പിതാവ് NI മാത്യുവിൽ നിന്നുമാണ് പുരാവസ്തു ശേഖരണം മകന് ഹോബിയായി ലഭിച്ചത്. മലയാള മനോരമയിൽ പ്രസിദ്ധീകരിക്കുന്ന ഇന്നത്തെ ചിന്താവിഷയം 1960 മുതലുള്ളത് ഒന്നും വിടാതെ മാത്യു ശേഖരിച്ച് വെച്ചിരിക്കുന്നു. പിതാവിൻ്റെ പാത പിന്തുടർന്ന് കുഞ്ഞുനാൾ മുതൽ ജോണും പുരാവസ്തുക്കൾ സൂക്ഷിച്ചു തുടങ്ങി. ഇത് ആദ്യകാലത്തെ ഒരു മൊബൈൽ ഫോണാണ്. ഇത് അതിനുശേഷം മൊബൈൽ ഫോൺ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വന്നൊരു സാധനമാണ് പേജർ എന്നും പറഞ്ഞു. പക്ഷേ ഇത് അതിൽ നാൾ നിലനിന്നില്ല. 1-2 വർഷം കൊണ്ട് അത് സ്റ്റോപ്പായിപ്പോയി. അപ്പോഴത്തേക്ക് മൊബൈൽ ഫോൺ ഇറങ്ങി, ഇത് നിന്നുപോയി. ടൈപ്പ് റൈറ്ററിൽ ഒറ്റ ബോളല്ല ഈ അക്ഷരം മുഴുവൻ. ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്ററിലെ അക്ഷരം മുഴുവൻ ഈ ഒരു ബോളല്ല. അത് പല വലുപ്പത്തിലുള്ള ബോൾ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ലെറ്ററിൻ്റെ അനുസരിച്ച് ഇത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇപ്പോൾ ഈ ആണെങ്കിൽ അത് അവിടെ വന്നേ അടിക്കുകയുള്ളൂ. ഇവിടെ പുറയിലാണെങ്കിലും ഇപ്പം ഈ ടീ പുറയിലാണ്, പക്ഷേ അത് നമ്മൾ ആ ടീയെ ഞെക്കുമ്പോൾ അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താണ് വന്ന് പഞ്ച് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സാധനമായത്. വിവിധ രാജ്യങ്ങളിലെ കറൻസികൾ, നാണയങ്ങൾ, ഇന്ത്യൻ റെയിൽവേയുടെ കാർഡ് രൂപത്തിലുള്ള ടിക്കറ്റുകൾ, വ്യത്യസ്ത തരം കാസറ്റുകൾ, റേഡിയോകൾ, ഗ്രാമഫോണുകൾ, ടെലഗ്രാഫ്, ടെലിഫോണുകൾ, മൈക്ക്, ആംപ്ലിഫയർ, വോയിസ് റെക്കോർഡുകൾ, പോക്കറ്റ് വാച്ചുകൾ, ക്ലോക്ക് തുടങ്ങിയവ വേറിട്ട കാഴ്ചകളാകുന്നു. ഇത് പഴയ സ്പൂൾ ടേപ്പ് എന്ന് പറയും. ഇത് പ്ലേ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. ഇതിന് ശേഷമാണ് നമ്മൾ ഓഡിയോ ക്യാസറ്റ് ഇറങ്ങിയത്. ക്യാസറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയ ഒരു സാധനമാണ് ഈ സ്പൂൾ ടേപ്പ് എന്ന് പറഞ്ഞ്. പണ്ടത്തെ കാലത്ത് സ്റ്റുഡിയോകളിലൊക്കെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ഇതേലായിരുന്നു റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സിനിമയിലെ റീല് പോലെ തന്നെ ഇത് ഒന്നേലോട്ട് ഇങ്ങനെ ചുറ്റി ഇത് പ്ലേ ആകുന്നത്. ഇത് സീക്കോയുടെ ക്ലോക്കാണ്. ഇത് വൈൻഡ് ചെയ്ത് കീ കൊടുത്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബാറ്ററിയോ ഇലക്ട്രോണിക് സാധനം ഒന്നുമില്ല. 2 കീ ഉണ്ട്. ഒന്ന് ഇതിൻ്റെ ബെല്ലടിക്കാനും ഒന്ന് സമയത്തിനും വേണ്ടി 2 വൈൻഡിങ് ഉണ്ട്. ഇത് പോസ്റ്റ് ഓഫീസുകളിലൊക്കെ ആദ്യകാലത്ത് നമ്മുടെ വാർത്താവിനിമയം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ടെലഗ്രാം എന്ന് പറഞ്ഞ സാധനമാണിത്. ഇത് ഓരോ പോസ്റ്റ് ഓഫീസിലും ഈ 2 പീസ് കാണും. ഇതിലാണ് അത് നമ്മൾ അടിക്കുന്നത്. അതിനൊരു കോഡുണ്ട്, കിട്ട് എന്നാ ഇത് അടിക്കുമ്പോൾ മറ്റേ പോസ്റ്റ് ഓഫീസിൽ ഈ മെഷീനിൽ അതിങ്ങനെ തന്നെ വർക്ക് ചെയ്യും. എല്ലാ പോസ്റ്റ് ഓഫീസിലും ഈ 2 പീസ് കാണും. ഇതേലെ അടിക്കും. നമ്മളെങ്ങോട്ടാണ് അത് അടിക്കുന്നതൊക്കെ വലിയ ഇതാണ്. കാര്യം ഡയറക്റ്റ് കിട്ടത്തില്ല. ഇപ്പോൾ തിരുവല്ല അണ്ടറിലുള്ള പോസ്റ്റ് ഓഫീസിലെല്ലാം ഈ മെഷീൻ ഉണ്ടായിരുന്നു. ഒരിടത്ത് പുന്നവല്ലിയിൽ നിന്ന് അടിക്കുമ്പം ഈ പുന്നവല്ലിലോട്ടൊരു മെസ്സേജ് വരുവാണ്, ഇതേ പുന്നവല്ലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറയുന്നത് ഞാൻ കോഡ് വഴിയാണ്. അപ്പം അവർ റിസീവ് ചെയ്തെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് കൊടുക്കും. ഇങ്ങനെ എല്ലാം ഈ 2 അക്ഷരത്തിലാണ് കിട്ട്. അതാണ് അതിൻ്റെ കോഡ്. 8 പതിറ്റാണ്ടുകൾക്ക് മുൻപ് മണ്ണെണ്ണ ഒഴിച്ച് പ്രവർത്തിച്ചിരുന്നതാണ് ജോണിൻ്റെ ശേഖരത്തിലുള്ള ഇസ്തിരിപ്പെട്ടി.
ഇതേതാണ്ട് 75 വർഷത്തോളം പഴക്കമുള്ള ഒരു തേപ്പ് പെട്ടിയാണ്, ഇസ്തിരിപ്പെട്ടിയാണ്. ഇതിൻ്റെ പ്രത്യേകത ഇത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ഉപയോഗിക്കുന്നതാണ്. ഇത് മണ്ണെണ്ണ ഒഴിക്കുന്ന ടാങ്കാണ്. ഇത് പമ്പ് ചെയ്ത് ഇത് കത്തിച്ചിട്ട് അത് ചൂടായി വരും. ഇത് 250 ml മണ്ണെണ്ണ ഈ ടാങ്കിൽ കൊള്ളും. 6 മണിക്കൂർ നമുക്കിത് വർക്ക് ചെയ്യാം. ഇത് UK ആണ്, മെയ്ഡ് ഇൻ UK ആണ്. ഇത് ഏതാണ്ട് ഒരു 75 വർഷത്തോളം പഴക്കമുള്ളതാണ്. പഴയ കാലത്തെ അളവ് തൂക്ക ഉപകരണങ്ങൾ, റാന്തൽ, തൂക്കുവിളക്കുകളും സ്ലേറ്റും കല്ലു പെൻസിലും ചെമ്പ് കൊണ്ടും കരിങ്കല്ല് കൊണ്ടും നിർമ്മിച്ച പാത്രങ്ങളും കാഴ്ചക്കാരിൽ കൗതുകമുണർത്തുന്നു. 1803 തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പഞ്ചലോഹ നിർമ്മിത അരചക്രം, ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്തെ നാണയങ്ങൾ എന്നിവ കാണാനും ഇനി മ്യൂസിയങ്ങളിൽ സന്ദർശിക്കേണ്ടതില്ല. കാരണം ഇതെല്ലാം ജോണിൻ്റെ ഭവനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. UK എന്ന് എഴുതിയിട്ടുണ്ട്. UK ഹാഫ് അണ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാണയമാണിത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ അരചക്രം, മുക്കാച്ചക്രം അങ്ങനത്തെ ഇതൊന്നുമല്ല. എൻ്റെ ഒരു കുറേ ഇരിപ്പുണ്ട്, ഞാൻ വേറെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഞാൻ എടുത്തേ ഉള്ളൂ. പഴയ 1 പൈസ, 2 പൈസ, 10 പൈസ ഇങ്ങനത്തെ എല്ലാം ഇതുപോലൊരു 3-4 ടിന്നിനകത്തുണ്ട്. ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ജോലി തേടി കുവൈറ്റിലെത്തിയ ജോൺ കുഞ്ഞുനാളിൽ കൂട്ടുകൂടിയ ഹോബി ഒരിക്കലും ഉപേക്ഷിച്ചില്ല. 14 രാജ്യങ്ങളിലെ നാണയങ്ങൾ ശേഖരിച്ച് നിധി പോലെ സൂക്ഷിച്ചു. കുവൈറ്റ് യുദ്ധകാലത്ത് ഇവയൊക്കെ നഷ്ടമായതിൻ്റെ വേദന ഇപ്പോഴും ജോണിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് ഈ നാണയങ്ങൾ പല രാജ്യത്തെ ഉണ്ട്, അതിൻ്റെ ഒരു നല്ല ശേഖരമുണ്ട്. ഇതൊന്നും ഇത്രയൊന്നും അല്ല, വേറെ ഒത്തിരി ഉണ്ട്. ഇതെല്ലാം അതിൻ്റെ ശേഖരങ്ങളാണ്. നാണയങ്ങൾ തന്നെ ഞാൻ കുറച്ച് ലേറ്റസ്റ്റായിട്ട് കിട്ടിയത് 1000-ൻ്റെ നാണയമുണ്ട്, 10,000-ൻ്റെ ഉണ്ട്, 500-ൻ്റെ ഉണ്ട്, 100-ൻ്റെ ഉണ്ട്. തൻ്റെ അപൂർവ ശേഖരം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാൻ പ്രദർശനങ്ങൾ ഒരുക്കിയിരുന്നുവെങ്കിലും മോഷണം പതിവായതോടെ അത് ഉപേക്ഷിച്ചു. ഇത് മാരാവണ്ണ പാട്ടിൻ്റെ കാസറ്റാണ്. ഇത് 1982 എനിക്കൊന്ന് ആദ്യമായിട്ട് ഇറങ്ങിയതാണ്. DSMC ഇറക്കിയ പാട്ടാണിത്, ഈ കാസറ്റ്. അന്നത്തേതാണിത്. അതിനുശേഷം അതിൻ്റെ അടുത്ത വർഷത്തേതാണ് 83-ലേതാണിത്. എൻ്റെ കയ്യിൽ ഇത് 82 മുതൽ 2013 DSMC കാസറ്റ് നിർത്തിയത്. അന്ന് വരെയുള്ള കാസറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ CD 2000 മുതലാണ് തുടങ്ങിയത്, അതും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ മാരാവണ്ണ പാട്ടുപുസ്തകങ്ങൾ, പഴയത് 2 രൂപയുടെ പാട്ടുപുസ്തകം മുതൽ അന്ന് മുതലുള്ള പാട്ടുപുസ്തകങ്ങളുണ്ട്. അത് ഇംഗ്ലീഷും മലയാളവും കൂടിയുള്ളതുണ്ട്. ഇതെല്ലാം എൻ്റെ കൈവശമുണ്ട്. പിന്നെ ഈ സാധനങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഇതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. മെന്നെ എനിക്കൊരു നല്ല ഒരു ഹോൾ ഉണ്ടാക്കി ഒരു മ്യൂസിയം പോലൊക്കെ ഇത് അടുത്ത തലമുറയ്ക്ക് കാണത്തക്ക രീതിയിൽ ഉണ്ടാക്കണമെന്നൊക്കെ മനസ്സിലിങ്ങനെ ആഗ്രഹമുണ്ട്. കാര്യം എൻ്റെ കാലം കഴിഞ്ഞാലും മറ്റുള്ളവരിത് മോളിത് സൂക്ഷിക്കും, അതെനിക്കറിയാം. അപ്പോൾ അടുത്ത തലമുറ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നല്ല രീതിയിലൊരു മ്യൂസിയം പോലെ ഉണ്ടാക്കി സൂക്ഷിക്കണമെന്നൊക്കെ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നൂറോന്മാവിലെ വീട്ടിൽ എത്തുന്നവർക്ക് ശേഖരങ്ങളിലെ അത്ഭുത കാഴ്ചകൾ കണ്ട് മടങ്ങാം. വെറുതെ മടങ്ങുകയല്ല, നിറഞ്ഞ മനസ്സോടുകൂടി മടങ്ങാം.